നമ്മൾ ഈ കടലിലുള്ളത് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ വലിയ ആശങ്ക പ്രകടിപ്പിക്കുന്നു. മത്സ്യത്തൊഴിലാളികൾക്ക് ഈ ബോട്ട് ഉടമകൾ വലിയ ആശങ്ക പ്രകടിപ്പിക്കുന്നു. എത്രയും പെട്ടെന്ന്, അത് മാത്രമല്ല, ഇത് പൊല്യൂഷൻ ഇതിലെ പ്രശ്നങ്ങളെക്കുറിച്ച് മറ്റുള്ള ഗവേഷകരും സാമൂഹിക പ്രവർത്തകരൊക്കെ പറയുന്നുണ്ട്. ഇതിനൊക്കെ എന്ത് പരിഹാരമാണ് കാണുന്നത്? നിലവിലിപ്പോൾ നമുക്ക് കൊല്ലം തീരത്ത് 32 കണ്ടെയ്നേഴ്സാണ് അടിഞ്ഞിരിക്കുന്നത്. നിലവിൽ കിട്ടിയിരിക്കുന്ന ആ ഒരു ഇൻഫർമേഷൻ അനുസരിച്ച് ഈ കണ്ടെയ്നേഴ്സ് ഒന്നും അപകടകരമായിട്ടുള്ള സബ്സ്റ്റൻസ് ഇല്ലാത്തതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം നമ്മുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് കണ്ടെയ്നേഴ്സ് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യുക എന്നുള്ളതാണ്. അതിനൊരു പ്രൊസീജിയറുണ്ട്. കസ്റ്റംസ് ആ കണ്ടെയ്നേഴ്സ് എല്ലാം അവരുടെ കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷം, സീസ് ചെയ്തതിന് ശേഷം അതിൻ്റെ കണ്ടെയ്നേഴ്സ് ഈ കമ്പനിയുടെ സാൽവേജ് കമ്പനിക്ക് ഹാൻഡ് ഓവർ ചെയ്യണം, അവർക്ക് കൈമാറണം. കൈമാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാൽവേജ് കമ്പനി ഇത് ലിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ലീസ് ഇവർക്ക് കൊടുത്തിട്ടുണ്ട്, വാട്ടർ ലൈൻ കമ്പനിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാട്ടർ ലൈൻ കമ്പനിയാണ് ഈ കണ്ടെയ്നേഴ്സ് ഈ തീരത്തു നിന്നും കൊണ്ടുപോകുന്നതിനുള്ള നടപടി സ്വീകരിക്കുന്നത്. അപ്പം അവർ 2 രീതിയിലാണ്. ഒന്ന് ഓഫ് ഷോറും ഉണ്ട്, ഓൺ ഷോറും ഉണ്ട്. ഓൺ ഷോർ ഇപ്പം നമുക്ക് ഈ കണ്ടെയ്നേഴ്സ് അടിഞ്ഞിരിക്കുന്ന സ്ഥലത്തു നിന്നുള്ള വെഹിക്കുലാർ ആക്സസ് ഇല്ല. വാഹനങ്ങൾ അങ്ങോട്ട് വലിയ ട്രെയിലേഴ്സും ക്രെയിൻസും കൊണ്ടുപോകാനുള്ള ഒരു പ്രയാസം ഉള്ളതുകൊണ്ട് നിലവിലിപ്പോൾ അത് ഓഫ് ഷോറായിട്ടാണ് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. അങ്ങനെ 2 കണ്ടെയ്നേഴ്സ് ഇപ്പോൾ പോർട്ട് കൊല്ലത്ത് എത്തിയിട്ടുണ്ട്. അതിലൊരു കണ്ടെയ്നറാണ് ഇപ്പം ഇവിടുന്ന് നമ്മൾ പൊക്കിയെടുത്തിട്ട് ഈ വാർഫിലോട്ട് വെക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു കണ്ടെയ്നർ അപ്പുറത്ത് അടുപ്പിച്ചിട്ടുണ്ട്. ഇനി ബാക്കി ശക്തികുളങ്ങരയുള്ള 3 കണ്ടെയ്നേഴ്സ്, അത് ഒന്നിച്ച് ചേർന്നിട്ടുള്ള കണ്ടെയ്നേഴ്സാണ്. അത് രാവിലെ 4 മണി മുതൽ അത് നീക്കം ചെയ്യാൻ, വലിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ശക്തമായിട്ടുള്ള കടൽ ക്ഷോഭം ഉള്ളതുകൊണ്ട് അത് സാധിച്ചിട്ടില്ല. ഇപ്പോൾ അത് കസ്റ്റംസിൻ്റെ ഒരു അനുമതി ചോദിച്ചിട്ട് അതിൻ്റെ തുടർ നടപടി സ്വീകരിക്കുന്നത്. അത് കണ്ടെയ്നേഴ്സ് ഇതായിട്ട് മുറിച്ചിട്ട് പിന്നെ നീക്കം ചെയ്യാനാണ്. അത് ചെറിയ ഭാരം കുറച്ചിട്ട് ചെറിയ വാഹനത്തിൽ, ക്രെയിൻ ഉപയോഗിച്ചിട്ട് ചെറിയ വാഹനത്തിൽ കയറ്റിയിട്ട് അതിനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എത്ര ദിവസം കൊണ്ട് ഇതെല്ലാം നീക്കം ചെയ്യാൻ? പിന്നെ ഇന്ന് വൈകിട്ടത്തോടു കൂടിയിട്ട് നീക്കം ചെയ്യാനാണ് ഒരു നിർദ്ദേശമൊക്കെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഈ നമ്മുടെ ഇപ്പോഴത്തെ കാലാവസ്ഥയുടെ ഒരു സാഹചര്യവും അതുപോലെ തന്നെ ഈ ഇതിൻ്റെ മറ്റ് കാര്യങ്ങളെല്ലാം, ആക്സസിബിലിറ്റി, ഇവിടത്തേക്ക് വാഹനങ്ങളൊക്കെ വരാനുള്ള പ്രയാസമൊക്കെ പരിഗണിച്ചുകൊണ്ട് അതെത്ര സമയമെടുക്കുന്നു. എന്തായാലും എത്രയും പെട്ടെന്ന് ഇത് നീക്കം ചെയ്യുന്നതിനുള്ള ഒരു പ്രവർത്തനങ്ങളാണ് കമ്പനിയുടെ സാൽവേജ് കമ്പനി. പൊല്യൂഷനും മാറ്റുമല്ലേ? പൊല്യൂഷൻ കൂടി അവരുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ പൊല്യൂഷൻ്റെ കാര്യത്തിലും അവർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഈ തീരത്ത് അടിഞ്ഞിരിക്കുന്ന എല്ലാ പൊല്യൂട്ടൻ്റായിട്ടുള്ള, അതായത് മലിനീകരിക്കപ്പെട്ട വസ്തുക്കളെല്ലാം, അത് പ്രത്യേകിച്ച് പബ്ലിക്കിനുള്ള ഒരു നിർദ്ദേശം എന്ന് പറയുന്നത്, ഒരു കാരണവശാലും ഈ സാധനങ്ങളൊന്നും തന്നെ അവർ കൈകൊണ്ട് തുടരുത്. എന്ത് വസ്തുക്കൾ കിട്ടിക്കഴിഞ്ഞാൽ, കണ്ടെയ്നേഴ്സിലായാലും തീരത്തടിഞ്ഞതായാലും, ഒരു കാരണവശാലും ഏത് ഈ പറഞ്ഞ പോലെ സിലിണ്ടേഴ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പാക്കറ്റ്സോ ബാഗ്സോ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തുടരുത് എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടിയുണ്ട്. അത് ജാഗ്രത പാലിക്കണം, അതിനുള്ള ഒരു കരുതലും എടുക്കണം. ഇത്രയാണ്.